അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് മാങ്ങ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനായിട്ട് 4-5 മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണാക്കിയിട്ട് ഇവിടെ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിൽ മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് മധുരം പാകാമെന്ന് വിചാരിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മളെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇതാ എല്ലാം കൂടെ പഞ്ചസാരയും മാങ്ങയും കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ അടിച്ചെടുത്ത മാങ്ങയുടെ പൾപ്പ് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതാണിത്. അതിലേക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീമും മിൽക്ക് മെയ്ഡും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ഈ മാങ്ങാ പൾപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങാക്കൂട്ടിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ആ മാങ്ങാ പൾപ്പിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 2 ടീസ്പൂൺ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ട്രേയുടെ അടിയിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട്. മധുരം നോക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഈ മിൽക്ക് മെയ്ഡും ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് നാവിൽ വെച്ച് നോക്കി നമുക്കറിയാലോ മധുരം ഇത്തിരി മധുരം മുന്തി നിൽക്കണമല്ലോ ഐസ്ക്രീമിന്. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഈ മാങ്ങയുടെ പൾപ്പ് ഒരല്പം ട്രേയുടെ അടിയിൽ തൂക്കി കൊടുത്തതിൻ്റെ മുകളിലേക്കായിട്ട് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും ഈ ബാക്കിയുള്ള പൾപ്പിൽ നിന്ന് ഒരല്പം ഞാനിങ്ങനെ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു ക്ലീൻ ഫിലിം വെച്ചിട്ട് നന്നായി കവർ ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. ഓവർനൈറ്റ് ഇരിക്കണം. നമുക്കിത് നാളെ എടുക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ പിറ്റേ ദിവസം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ്. മാഷാ അല്ലാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊന്നും കൂടെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കൽ അറിയുന്നതെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാങ്ങയുടെ സീസണല്ലേ അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഞാൻ ചെറിയൊരു വിശേഷം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മാചർക്കൽ ക്ഷേത്രത്തിലെ പൂരായിരുന്നു ഇന്നലെ. അപ്പോൾ അതിന് ആനനെ എല്ലാ വർഷവും നമ്മളെ വീടിൻ്റെ മുൻവശത്താണ് കൊണ്ടുവന്ന് കെട്ടാറ്. മുൻവശത്തൊരു പറമ്പുണ്ട്, അതിലേക്ക് കൊണ്ട് കെട്ടാറ്. അപ്പോൾ അതിതാ അതിൻ്റെ 1-2 ഭാഗങ്ങൾ കുളിപ്പിക്കുന്നതും കൊണ്ടുപോകുന്നതൊക്കെ ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.